ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വരുന്നത്. തട്ടിക്കൂട്ട് നെയ്ച്ചോറ് എന്ന് പറയാം. വീട്ടിൽ പെട്ടെന്നൊരു വിരുന്നുകാർ വന്നപ്പോൾ എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രമൊക്കെ അടുപ്പത്ത് വെച്ച് എന്നിട്ട് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്ത്, സൺഫ്ലവർ ഓയിലാട്ടോ ഞാൻ യൂസ് ചെയ്തത്. അതിന് ശേഷം ഏലക്ക, ഗ്രാമ്പൂ, പട്ട ഇത് ചേർത്ത് കൊടുത്ത്, പിന്നെ ഒരു ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് അത് ചേർത്ത് കൊടുത്ത്, അപ്പോഴാണ് അണ്ടി മുന്തിരി ഇടണമെന്നുള്ള ഓർമ്മ വന്നത്. അങ്ങനെ പിന്നെ അതൊന്ന് ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുത്ത്, പിന്നെ ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്ത് കുറച്ചൊന്ന് വാടിയ ശേഷം നമ്മൾ എന്ത് ചെയ്ത്, നമ്മൾ ആ നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടല്ലോ അതങ്ങോട്ട് അതിൽ മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുത്ത്, മിക്സ് ചെയ്തൊന്ന് ഇളക്കി കൊടുത്ത്, പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സാക്കി എടുത്ത് കേട്ടോ. പിന്നെ നിങ്ങളെ നെയ്ച്ചോറ് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുകയാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനൊന്നും വല്ല ഐഡിയ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് മന്തി, ഫ്രൈഡ് റൈസ് ഇതൊക്കെയാണ് ഉണ്ടാക്കാൻ അറിയാം. നെയ്ച്ചോറ്, ബിരിയാണി ഒന്നും വല്ല ഉണ്ടാക്കാറില്ല. പിന്നെ ഞങ്ങൾ വീഡിയോസ് നിങ്ങൾ എന്തെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് വേവിക്കാനായിട്ട് വെച്ച് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ എന്താണ് അടിയിൽ പിടിക്കും. പിന്നെ കുറച്ച് നേരം ശേഷം നമ്മൾ എടുത്ത് നോക്കി ചോറ് നന്നായണോന്ന്. അപ്പോൾ അഡ്ജസ്റ്റൊക്കെ ചെയ്യാം, ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് അടിക്കണം കേട്ടോ. മറക്കാതെ എൻ്റെ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണേ.